അക്രമോത്സവമായിട്ട് പെരുമാറുന്ന ഇതിൻ്റെ ഒക്കെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് എത്തിയപ്പോൾ ഇതിനെ വേറൊരു മകളുടെ വീട്ടിലേക്ക് മാറ്റി. കാരണം അയൽവാസികളൊക്കെ ഇത് അറിഞ്ഞാൽ അതിൻ്റെതായൊരു അപമാനഭാരം ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു. ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു കണ്ടപ്പോ വീണ്ടും ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഇതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. പെരിന്തൽമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു. ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ മകള് വിളിച്ചു, ഫോണിൽ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇത് അറിവിൻ നിലാവാണോ അതോ നൂറെ ഹബീബാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിക്കണം. ഡോക്ടർ തിരിച്ച് പെരിന്തൽമണ്ണയിലെ ഡോക്ടറാണ്. ഡോക്ടർ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം, പരിചയമുള്ള ഒരു വ്യക്തിബന്ധമുള്ളവരായിരിക്കും. ഈ സംഭവം പറഞ്ഞ ഉടനെ ഡോക്ടർ തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്: ഇത് അറിവിൻ നിലാവാണോ നൂറെ ഹബീബാണോ? മോള് പറഞ്ഞു ഇത് നൂറെ ഹബീബാണ്. എന്നാ നാളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു പറഞ്ഞു. നാളെ വരാൻ വേണ്ടി പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞ് ആവശ്യമായ ഉപദേശം കൊടുത്ത് ഡോക്ടർ പറഞ്ഞയച്ചപ്പോൾ തിരിച്ച് അയച്ചപ്പോ ഈ മോളോട് പറഞ്ഞത്രേ, നൂറെ ഹബീബിന്റെ നമ്പറിൽപ്പെട്ട 10ാമത്തെ ആളാണ് നിങ്ങൾ ഉമ്മ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചു. ഞാനിപ്പോൾ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ഇതിനേക്കാൾ മസാല ചേർത്ത് പറയാൻ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും മോശമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടില്ല. പക്ഷെ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു നേരും നെറിയും തിരിച്ചറിയാതെ എന്തിനും കയറി തൂങ്ങുന്ന, എന്തിനും താങ്ങി നടക്കുന്ന ഒരു വൃത്തികേട്ടിലേക്കൊന്നും നമ്മൾ ആളുകൾ പോകാൻ പാടില്ല. അത് ഗൗരവത്തിൽ തിരിച്ചറിയണം. ഇവിടെ തങ്ങന്മാരില്ലാത്തൊരു ദാരിദ്ര്യം കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കണില്ല. ദുആ ചെയ്തു തരാനോ ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ ആളില്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിലൊന്നും അല്ല നമ്മളുള്ളത്. ആളെണ്ണം കൂടിയ പ്രശ്നമുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വളരെ അപകടകരമായ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അതിനൊന്നും അനാവശ്യമായ കയ്യൊപ്പ് ചാർത്തി കൊടുക്കാതെ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹാമിദ് ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് 1-2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ ആ ചെയ്ത വീഡിയോൻ്റെ താഴെ എല്ലാം വന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരുപാട് നമ്മുടെ സഹോദരിമാരാണ് ഇത്തരം പരിപാടികൾക്ക് പോകുന്നതും അത്തരം പരിപാടികൾ പങ്കെടുപ്പിക്കുന്നതും അത് വിജയിപ്പിക്കുന്നതും എന്ന് തീർച്ചയായിട്ടും നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങനത്തെ കമൻറ്റുകളാണ് അവർ നമ്മുടെ വീഡിയോക്ക് താഴെ തീർത്തും അവർ നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ട ഒരു കാരണം. ആ ഉസ്താദ് പറഞ്ഞൊരു പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉമ്മാക്ക് സുഖമില്ലാതെ ഒരു ഭ്രാന്തായ ഒരു അവസ്ഥയിലെത്തിയതിന് ശേഷം ഉസ്താദിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു ഡോക്ടർ നമ്പർ കൊടുക്കുന്നു. ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറയുന്നു, ഉമ്മാൻ്റെ മൊബൈലൊന്ന് വാങ്ങി വെച്ചാൽ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, ഇത് അറിവിൻ നിലാവാണോ അതല്ല നൂറെ ഹബീബാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർക്ക് എത്ര പെട്ടെന്നാണ് അത് കേച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും അമുസ്ലിമായ ഒരു ഡോക്ടർക്ക് വരെ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഉമ്മ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് തൻ്റെ മക്കളോട് വരെ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഉമ്മത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. നമുക്ക് വിവരങ്ങൾ പകർന്നു തരാൻ വേണ്ടി നമ്മൾ തങ്ങന്മാരുടെ ഒരു കുറവോ അതുപോലെ തന്നെ ഒരുപാട് അറിവുകളുള്ള ഉസ്താദുമാരെ ഒരു കുറവോ നമ്മുടെ സമൂഹത്തിന് ഇന്നില്ല. കേരളത്തിൽ അത് സുലഭമായി ഉണ്ട്. പക്ഷേ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം, തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൽ ഉണ്ടാകുന്ന പിശക് കൊണ്ടാണ് നമ്മൾ തെറ്റായ സ്ഥലത്ത് എത്തിപ്പെടുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ കാണിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് നമുക്ക് മോശമായി വന്നത്, ഉസ്താദിനെ മുസാഫ് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹോദരിമാർ നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. ഉസ്താദിനെ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളത് നമ്മളല്ല പറഞ്ഞത് എന്നും ഉസ്താദ് ലൈവിൽ വന്നുകൊണ്ട് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ തന്നെ ലൈവായി പറഞ്ഞ ഒരു കാര്യമാണ്. താൻ മുസാഫ് ഓതാൻ നല്ലോണം പഠിച്ചത് ലൈവിൽ വന്നതിന് ശേഷമാണ് എന്ന് അദ്ദേഹം പറയുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ സത്യം ഒരു കാര്യം പറയാം, ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചതേ ലൈവിൽ വന്നിട്ടാണ്. ഒരു ഫാത്തിഹ ഞാൻ ഓതുമ്പോൾ എന്നോട് തങ്ങൾ അവിടെ തെറ്റുള്ളത് ഞാനവിടെ മാറ്റും. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, അൽഹംദുലില്ലാ എല്ലാതും കറക്റ്റ് ഓതും. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചത്.
അപ്പോൾ തങ്ങൾ ഉപ്പാപ്പ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, തനിക്ക് കാര്യമായിട്ട് മുസാഫ് ഓതാൻ അറിയില്ലായിരുന്നു, എന്നാൽ ലൈവിൽ വന്നതിന് ശേഷമാണ് താൻ ഓതി പഠിച്ചത് എന്ന് വളരെ യാതൊരു ശങ്കയുമില്ലാത്ത അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറയുകയാണ്. നല്ല കാര്യം, തീർച്ചയായിട്ടും അദ്ദേഹം തുറന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ ഓതി പഠിക്കുക തന്നെയാണ് വേണ്ടത്. അത് പൊതുജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞതും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മുസാഫ് എന്ന് പറയുന്ന ഒരു സാധനം, ഖുർആൻ എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ തെറ്റിച്ചോതാനുള്ളതാണോ എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മളെക്കാളും മതപരമായ വിവരമുള്ളവർ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അറിയുന്നത് പോലെ ഓതി അതിനുശേഷം പറയുന്നത് അനുസരിച്ച് തിരുത്തി തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോടാൻ വേണ്ടി പഠിച്ചു എന്നാണ് ഉസ്താദ് പറയുന്നത്. നല്ല കാര്യം തന്നെ, തീർച്ചയായിട്ടും അതിനെയൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല. ആ വിമർശനം ഞങ്ങളാരും ഉന്നയിച്ചതുമല്ല. ആ ഒരു വീഡിയോയിൽ ആ സ്ത്രീ ഉന്നയിച്ച ഒരു വിഷയം നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അതിലാരും നമ്മൾ ഉസ്താദിനെ പറ്റി മോശമായിട്ട് അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്നാൽ ഉസ്താദ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ മീഡിയയിൽ വന്ന് പറയുന്ന രീതി, തെറിവിളി, അതിനെയെല്ലാമാണ് നമ്മൾ വിമർശിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ഫേസ്ബുക്ക് ലൈവാണ്, പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി, പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി. നമ്മൾ നിർത്തി, കൈയ്യഴുകി. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ വെടിച്ചവനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മളാണ് നിർത്തി. ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത് ലൈവ് പോകുന്നോണ്ടുള്ള പേടിയൊന്നുമില്ല. ഞാൻ പറയാം, എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത്? എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാരെ അടിച്ച് കയറുകയാണ്. ഞാൻ അങ്ങനെ സദസ്സിൽ പോണ്ടെന്നല്ല പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ ഒരു ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ദുആ സമ്മേളനങ്ങള് നിർത്തണമേ ഉമ്മത്ത്. പണത്തിന് വേണ്ടിയുള്ള ദുആ സമ്മേളനങ്ങൾ നിർത്തണം. പിരിവ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിരിവ് വേണം. ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ലേ? നിങ്ങൾ മജ്‌ലിസുൻ നൂറിനും ദുആ സമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാൽ മതി, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടും. അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക. ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് ഊതുക, വീട്ടില് ഫലം കിട്ടുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ തട്ടിപ്പാണെന്ന് ആരും കരുതണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഖുർആൻ ഓതുമ്പോ തെറ്റി ഓതുക. ഖുർആൻ തെറ്റിയിട്ട് ഓതാനുള്ള ഗ്രന്ഥാണോ? ഫാത്തിഹ പോലും നേരായി ഓതാൻ അറിയാത്ത ആളെങ്ങനെയാണ് ആത്മീയ നേതാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉസ്താദ് പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സയ്യിദാവാനോ ഒരു തങ്ങളാവാനോ ഖുർആൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അത് പാരായണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചേ കഴിയൂ എന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആരോപണം ഞങ്ങളായിട്ടൊന്നും ഉന്നയിച്ചതല്ല എന്നും ഇത് സോഷ്യൽ മീഡിയയിൽ ഏകദേശം മാസങ്ങളോളമായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. സഹോദരിമാർ നമ്മുടെ കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നെല്ലാം വണ്ടി വിളിച്ചുകൊണ്ട് കൂട്ടമായിട്ട് അങ്ങോട്ട് പോകുകയാണ് സ്വലാത്തിൽ പങ്കെടുക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. അത്തരം നല്ല കർമ്മങ്ങൾക്ക് നിങ്ങൾ പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഏതാണ് തട്ടിപ്പ്, ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ഉമ്മത്തിൻ്റെ പോക്ക് അപകടകരമായ ഒരു രീതിയിലേക്കാണ് എന്ന് ഉസ്താദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊരു ആത്മീയ നേതാവാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഖുർആൻ ഓതാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അണികൾക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി സാധിക്കണം. അതുപോലും അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ആത്മീയ നേതാവാകാൻ വേണ്ടി കഴിയുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വളരെ മോശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് എന്ന് കൂടി അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയാണ് നമുക്ക് പേക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഇത്തരം വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം ഏകദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം നമ്മുടെ കമൻറ്റ് വരുന്ന ഏത് സഹോദരി ആയാലും അതിൻ്റെ താഴെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ തങ്ങളുപ്പാപ്പാനെ നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടി പാടില്ല, ഞങ്ങളെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം അതേ ഒരവസ്ഥയാണ് ആ ഉമ്മ സുഖമില്ലാതെ ഒരുപാട് വീഡിയോ കണ്ടതിന് ശേഷം ആ ഉമ്മാക്ക് ഭ്രാന്തമായ ഒരു ആവേശം ഉണ്ടാവുകയും അതിനുശേഷം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത് ചികിത്സിക്കേണ്ട ഒരവസ്ഥ വരെ എത്തി. ആ ഒരു ലഹരി തീർച്ചയായിട്ടും എങ്ങോട്ടാണ് നമ്മെ കൊണ്ടുപോവുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഇനിയെങ്കിലും
നമ്മുടെ സഹോദരിമാർ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി നല്ലതാവണമെന്ന് മാത്രമേ നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ളൂ. യാതൊരു കാരണവശാലും നമ്മൾ സയ്യിദ് ആറ്റക്കോയ തങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.